ഹായ്, ഞാൻ സഹ്ല. ഹൗ ടു ക്വിറ്റ് സ്മോക്കിംഗ്, ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെന്ന് ഒരുപാട് യങ്സ്റ്റേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് ഇൻ സ്റ്റഡി ഓർ റിസർച്ച് പ്രോസസ്സ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്. ഒരുപാട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരെടുത്തും സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരിനടുത്തും ഒക്കെ സംസാരിച്ചിട്ടും ഒക്കെയാണ് ഇതിൽ എനിക്ക് നല്ല കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടിയ ചില സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്ത ആൾക്കാരിൽ നിന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഐ തോട്ട് വി നീഡ് ടു ഷെയർ ദിസ് മെസ്സേജ്. അതിൽ ആദ്യം തന്നെ ഹൗ ടു ക്വിറ്റ് സ്മോക്കിംഗ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വെൻ ഡിഡ് യു സ്റ്റാർട്ട് സ്മോക്കിംഗ് എന്നുള്ളതും വൈ ആർ യു സ്മോക്കിംഗ് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ മിക്കവാറും അവരുടെ ടീനേജിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മേ ബി 14-15 ഇയേഴ്സിലാണ് മോസ്റ്റ് ഓഫ് ദം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മേ ബി 20 to 25 മാക്സിമം. ആ ഒരു സമയത്ത് എക്സ്പെഷ്യലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണം, എക്സ്പെഷ്യലി ബോയ്സിൻ്റെ ഇടയിൽ ഒരു കറേജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ ആരും ചെയ്യാത്ത കാണിക്കണം, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് പ്രഷർ. നിനക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെല്ലാം ചെയ്യണമെന്ന് ട്രൈ ചെയ്ത് നോക്കട, ഈ ഒരു ഇതിൽ ചുമ്മാ എനിക്കും ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്മോക്കിംഗ് തുടങ്ങിയത്. അത് ഒരു സിഗരറ്റ് അല്ലെങ്കിൽ ബീഡി എന്നുള്ളതിൽ ഒരു സിഗരറ്റ് തുടങ്ങി, പിന്നെ അതിൻ്റെ ഡോസേജ് കൂടി, പിന്നെ നമ്പർ കൂടിയിട്ടാണ് ഈ ചെയിൻ സ്മോക്കേഴ്സായി മാറുന്നത്. അപ്പോൾ സ്മോക്കിങ്ങിൻ്റെ ഹെൽത്ത് ഹസാർഡ്സ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്നറിയാം. പക്ഷെ മോസ്റ്റ് ഓഫ് ദി സ്മോക്കേഴ്സിന് മനസ്സിലുള്ളൊരു കാര്യമാണ് സ്മോക്കിംഗ് എനിക്ക് ക്വിറ്റ് ചെയ്യണം. മേ ബി ഇൻ ദെയർ 25 to 35 അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും, ഇത് ആഗ്രഹം കൂടും തോറും ഇത് പറ്റാതെ സ്മോക്കിങ്ങിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. സോ ഇതിൽ ചില ആൾക്കാർ ഡോക്ടേഴ്സിനെ പോയി കാണും, എന്നിട്ടും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട്. സോ അതിലുള്ള കുറച്ച് ടെക്നിക്സ് നോക്കുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ നമ്മൾ വേറൊരു കാര്യമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്മോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് ഉണ്ടാവുന്നത്, നമ്മുടെ ബ്രെയിനിൽ എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. സോ ഈ ഒരു അട്രാക്ഷൻ എന്താണ് സ്മോക്ക് ചെയ്യാൻ എന്നുള്ളതാണ്. സ്മോക്ക് ചെയ്യുന്ന ഒരാളുടെ ബോഡിയിൽക്ക് നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട് ഈ സിഗരറ്റിൽ. ഇത് നമ്മുടെ ഉള്ളിൽ പോയി റിയാക്ട് ചെയ്യുമ്പോഴത്തേനും ബ്രെയിനിൽ ഡൊപ്പാമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സിക്രീറ്റ് ആവുന്നു. സോ ദിസ് ഇസ് ദ ബ്യൂട്ടിഫുൾ പാർട്ട് സ്മോക്കേഴ്സിൻ്റെ ലൈഫിൽ ഫീൽ ചെയ്യുന്നത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. ഡൊപ്പാമിൻ എന്നുള്ള ഹോർമോൺ ഇത് നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിൽ സിക്രീറ്റ് ആവുന്നൊരു ഹോർമോണാണ്. വെൻ യു ആർ ഹാപ്പി, എക്സൈറ്റഡ്, അല്ലെങ്കിൽ ഒരു ഗുഡ് ഫീലിംഗ് ഹോർമോണാണ്. വെൻ യു ആർ വെരി ഹാപ്പി, അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു വൗ ഫീൽ, അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിരിക്കുന്ന ആ ഒരു വൗ എന്ന് പറയുന്ന ഫീല് വരുന്നതാണ് ഈ ഡൊപ്പാമിൻ ഹോർമോൺ. സോ ഓരോ പ്രാവശ്യം സ്മോക്ക് ചെയ്യുമ്പോഴും വെൻ ദിസ് ഡൊപ്പാമിൻ ഹോർമോൺ സിക്രീറ്റഡ് ആവുമ്പോൾ ദി സ്മോക്കർ ഈസ് ഗെറ്റിംഗ് അഡിക്റ്റഡ് ടു ദ ഫീലിംഗ് ദാറ്റ് ഇതിലാണ് എനിക്ക് ഈ സന്തോഷം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് പേര് പറയുന്നത് ഞാൻ സ്മോക്ക് ചെയ്യുന്നത് സ്ട്രെസ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എനിക്കത് ചെയ്യുമ്പോൾ ഒരു ബെറ്റർ ഫീലിംഗ് ആണെന്നൊക്കെ ഉള്ളത്. പക്ഷേ അത് നമ്മുടെ ഹെൽത്തിനെ വളരെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ഏതൊരു കാര്യവും, ഏതൊരു ഹാബിറ്റും, സ്മോക്കിംഗ് ആയിക്കോട്ടെ, ഡ്രിങ്കിങ് ആയിക്കോട്ടെ, ഇനി മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, എന്തൊരു കാര്യവും വെൻ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ വി ആർ റിയലി വീക്ക്. പകരം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, സ്മോക്ക് ചെയ്യാം എന്നൊരു അവസ്ഥയിലാണെങ്കിൽ യു ആർ സ്ട്രോങ് ഇനഫ്. പക്ഷേ ഈ ചില ഹാബിറ്റുകളിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ അതിൽക്ക് വഴുതി വീഴും. സോ ബേസിക്കലി ഒരു സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്ത ഒരാൾ പറഞ്ഞ ഒരു സംഭവമാണ്. അറ്റ് ഈസ് 30s ആണ് അയാൾ ഇത് ക്വിറ്റ് ചെയ്തത്. അതുവരെ ചെയിൻ സ്മോക്കറായിരുന്നു, ഡെയിലി ഒരുപാട് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു ഡേയിലെടുത്ത ഒരു തീരുമാനമാണ്, ഒരു സെഷനിൽ അയാൾ കേട്ട ഒരു തോട്ടാണ്. അതായത് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും നാളെ ആവട്ടെ എന്ന് ആലോചിക്കും. ആൻഡ് ഇറ്റ് ഗോസ് ടു ദി ഏജ് ഓഫ് മേ ബി യുവർ 60s. ആൻഡ് ഒരു ഡോക്ടർ വന്നിട്ട് പറയും നിങ്ങളുടെ ലങ്സ് പോയി, ലിവർ പോയി എന്ന് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആകെ പേടിച്ച് പിന്നെ അപ്പോൾ നമ്മൾ ക്വിറ്റ് ചെയ്യാൻ റെഡി ആവും, അല്ലെങ്കിൽ യു ഹാവ് നോ അതർ ചോയ്സ് എന്നുള്ളൊരു സമയത്ത്. സോ വൈ ടു വെയിറ്റ് ഫോർ ദി അലാം?
നമ്മൾ ചുറ്റും കാണുമ്പോൾ എന്തിനാണ് നമുക്ക് നമ്മുടെ തന്നെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അലാറം വന്ന് അടിച്ചാലേ ഞാൻ നിർത്തൂ എന്ന് തീരുമാനിക്കണത്? യുവർ ലൈഫ് ഈസ് ഫുൾ ഓഫ് യുവർ ചോയ്സസ്. ഞാൻ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ എപ്പോഴും സ്മോക്കേഴ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സ് നോക്കിയാൽ വലിക്കരുത് വലിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. യു ആർ നോട്ട് ഗോയിങ് ടു ലിസൺ ടു എനി വൺ. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ യെസ് യു ക്യാൻ ഡു ഇറ്റ്. ചില ആൾക്കാർ ഒരു ദിവസം കൊണ്ട് സ്മോക്കിംഗ് നിർത്തി എന്ന് പറഞ്ഞ് തീരുമാനിച്ച് നിർത്തിയവരുണ്ട്. പക്ഷേ അതിനെക്കാട്ടും എളുപ്പമുള്ള മെത്തേഡ്, ഒരു ദിവസം കൊണ്ട് നിർത്തുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ആ ഫ്രസ്ട്രേഷൻ, ആ ഡൊപ്പാമിൻ കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് യു മേ ഫീൽ ടു ഗോ ബാക്ക് ടു ഇറ്റ്. സോ ദ തിങ് ഈസ്, ഒരു കാര്യം ചെയ്യാവുന്ന, ഭയങ്കര ഡോസിൽ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഡോസേജ് കുറച്ച്, ഈ സിഗരറ്റിൻ്റെ മറ്റേ ഓരോന്നിനും ഓരോ ഡോസുകളും ഓരോ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് നമ്പർ കുറച്ച് വരികയാണെങ്കിൽ യുവർ ബോഡി ഫീൽസ് ബെറ്റർ. കാരണം ഈ ബ്രെയിൻ, ഈ റിസെപ്റ്റേഴ്സ് ഇതിങ്ങനെ റിസീവ് ചെയ്ത് ഇത് നമ്മൾ ഭയങ്കര ക്രേവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ക്രേവിങ് പതിയെ കുറച്ച് യു ക്യാൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഓർ ദർ ആർ ചൂയിങ് ഗംസ് വിച്ച് ആർ അവൈലബിൾ. ഇത് യൂസ് ചെയ്യുമ്പോൾ സ്ലോലി ആ ഒരു നീഡ് നമുക്ക് പതിയെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ബേസിക്കലി ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഡിസിഷൻ. ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യും. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡൊപ്പാമിൻ ഹോർമോൺസ് നമുക്ക് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും, വാട്ട് മേക്സ് യു ഹാപ്പി, എക്സൈറ്റഡ് ചെയ്യുമ്പോഴും വരും. ആൻഡ് ഓൾസോ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റും. ബിക്കോസ് യുവർ ബോഡിയിലുള്ള ഈ എനർജി, ഈ ഒരു ഫീൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ഇറ്റ് ടേക്സ് റിയലി 100 days കവർ ചെയ്ത് കഴിഞ്ഞാൽ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്ത ആൾക്കാർക്ക് പിന്നെ ഈ മണം വരുന്നത് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ഒരു ഫീലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ആ 100 days എന്നുള്ളത് നമ്മുടെ ബോഡി സെൽസ് കംപ്ലീറ്റ്ലി റിന്യൂവേറ്റ് ചെയ്ത് ഒരു ന്യൂ പേഴ്സൺ ആവാനുള്ള ഒരു ടൈമാണ്. സോ ഓൾവേസ് നമുക്ക് വൈ ടു വെയിറ്റ് ഫോർ എൻ അലാം? എന്തിനാണ് നമുക്ക് വേറൊരു ഹെൽത്ത് അസാർഡ് വന്ന് പേടിച്ചത് നിർത്തയും കാട്ടി ബ്യൂട്ടിഫുള്ളായിട്ട് വെൻ യു ആർ ഏബിൾ ടു കൺട്രോൾ യുവർ ഓൺ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഓൺ ഫീലിങ്സ്. നമുക്ക് ഭയങ്കര സിമ്പിളാണ് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും അത് ചെയ്യുന്നൊക്കെ പറയാനായിട്ട്. പക്ഷെ നമ്മളൊരു കമാൻഡ് കൊടുത്ത് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ബി എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളതും നമുക്ക് ഭയങ്കര രസമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് എൻ അഡിക്ഷൻ. ലൈഫിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇതൊന്നും കാണാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടുപിടിച്ച് അതാണ് ഹാപ്പിനെസ് എന്ന് വിചാരിക്കണത്. ലൈഫ് ഈസ് ഇറ്റ് സെൽഫ് ആൻഡ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അതിൽക്കൊന്ന് ശരിക്കും നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ യു വിൽ ഹാവ് സോ മെനി ബ്യൂട്ടിഫുൾ റീസൺസ് within to stop smoking and have a wonderful life. Thank you.